ഹലോ നമസ്കാരം, രഞ്ജിത്ത്. അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ സ്പെസിഫിക് ആയ നമ്മളുടെ ഒരു ക്ലയൻറ്റിൻ്റെ കഥയാണ്. അദ്ദേഹം നമ്മളുടെ ഒരു CBL എന്ന് പറയുന്ന പ്രോഗ്രാമുണ്ട്, അതിൻ്റെ ഒരു പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷനാണ്. ഇവർ ശരിക്കും ഈ ഹോസ്പിറ്റൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അവർ നമ്മളുടെ പ്രോഗ്രാമിന് വരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ പ്രോഗ്രാമിന് വന്ന് ഒന്ന് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കേൾക്കാൻ പോലും സമയമില്ലാതെ ഫോൺ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എപ്പോഴും എണീറ്റ് പോകേണ്ട അവസ്ഥയാണ്. അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു അല്പം കടുപ്പിച്ച് എനിക്ക് പറയേണ്ടി വന്നു, നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഫോണുകൾ അറ്റൻഡ് ചെയ്യാതെ സൈലൻ്റ് ആക്കി അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ ദയവ് ചെയ്ത് ഈ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുക. ഇന്ന് അത്രയും ശക്തമായി പറഞ്ഞ് ആണ് അദ്ദേഹം ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ നിർബന്ധിതനായത്. അപ്പോഴും അദ്ദേഹത്തിന് ഉറപ്പില്ലായിരുന്നു എങ്ങനെയാണ് ഈ ഫോൺ കോളുകളിൽ നിന്ന് മുക്തി നേടുക. കാരണം ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹം സപ്ലൈ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഡെലിക്കേറ്റ് ആയിട്ടുള്ള ചില പ്രൊഡക്റ്റുകളാണ്, മനുഷ്യ ശരീരത്തിൽ ഉപയോഗിക്കേണ്ട ചില പ്രൊഡക്റ്റുകൾ. ഞാൻ പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ അനുഭവങ്ങൾ പാളിച്ചകൾ നിങ്ങൾ എന്താണ് ബ്രാൻഡിൻ്റെ പേര് പറയാത്തത് എന്നുള്ളത്. കാരണം ഈ ബ്രാൻഡിൻ്റെ പേര് പറയുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. ചില ആളുകൾ അതിനെ ദുരുപയോഗപ്പെടുത്തും, ചില ആളുകൾക്ക് ആ ബ്രാൻഡിൻ്റെ പേര് പറയുന്നതോ അല്ലെങ്കിൽ കൺസൾട്ടിങ് എടുത്തു എന്നുള്ള കാര്യങ്ങൾ പറയുന്നതോ അത്ര ഇഷ്ടമല്ല. മിക്ക ആളുകളുമായിട്ട് ഞങ്ങൾക്കൊരു NDA എഗ്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ബ്രാൻഡ് നെയിമുകൾ പറയാൻ സാധിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആളുകൾ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, ബ്രാൻഡ് നെയിം ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ വലിയ കാര്യമാക്കുന്നില്ല. കാരണം ഇതെല്ലാം തന്നെ നമ്മളുടെ എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ, പലപ്പോഴും ഞാൻ ഈ പരാജയങ്ങൾ അല്ലെങ്കിൽ അവർ നേരിട്ട പ്രശ്നങ്ങളാണ് പറയുന്നത്, അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ചാണ് ഈ അനുഭവങ്ങൾ പാളിച്ചകൾ ഞാൻ പറയുന്നത് തന്നെ. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇദ്ദേഹം പലതരത്തിൽ നോക്കി, ഏകദേശം കഴിഞ്ഞൊരു 5 വർഷമായിട്ട് ഒന്ന് കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പലതരത്തിൽ സാധിക്കുന്നില്ല. കാരണം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ ഡീൽ ചെയ്താലേ ഇത് ശരിയാവൂ എന്നുള്ളൊരു ധാരണയുണ്ട്. മാത്രമല്ല മിക്കവാറും കമ്മ്യൂണിക്കേഷൻ ഡോക്ടേഴ്സ് ആയിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു പ്രൊഫൈലിൽ നിന്നുകൊണ്ട് തന്നെ ഡീൽ ചെയ്യും വേണം. നമ്മുടെ സ്റ്റാഫിനെ അത് ഏൽപ്പിച്ചാൽ ശരിയാവുമോ, ഡോക്ടർമാർക്ക് ഈഗോ ആവുമോ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡെലിഗേറ്റ് ചെയ്യാൻ വലിയ മടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 5 വർഷമായിട്ടും കാര്യമായിട്ടുള്ള വളർച്ചയൊന്നും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. കാരണം ഒരാൾക്ക് ചെയ്യാവുന്നതിന് പരിധിയുണ്ടല്ലോ, ആ പരിധിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പുള്ളി. അപ്പോൾ അടുത്ത ലെവലിലേക്ക് വളരാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇപ്പോൾ CBLൊക്കെ വന്നിട്ട് നടക്കുമോ? ഒരു 120 ദിവസത്തെ ജേണിയാണ് CBL നമ്മുടെ. അപ്പോൾ നമ്മളുടെ ഒരു ടീം, ഞാൻ മാത്രമല്ല, ഞങ്ങളൊരു ടീമായിട്ടാണ് CBL ചെയ്യുന്നത്, ഞാൻ ലീഡ് ചെയ്യുന്നു എന്ന് മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ റെഡിയാണെങ്കിൽ, എപ്പോഴും പറയുന്നത് ഒരു കൺസൾട്ടിങ്ങിന് വരുമ്പോഴും CBLന് വരുമ്പോഴും ഒക്കെ നിങ്ങൾ മാറാൻ റെഡിയാണെങ്കിൽ, നമ്മൾ പറയുന്ന പാത്തിലൂടെ തന്നെ സഞ്ചരിക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ 100% ഗ്യാരണ്ടി തരാം നിങ്ങളുടെ ബിസിനസ്സിനകത്ത് മാറ്റം ഉണ്ടാവും എന്നുള്ളത്. അതേസമയം 1% നിങ്ങൾക്ക് സംശയമോ അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ ഉറപ്പായിട്ടും മാറ്റങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവും. ചെറിയ മാറ്റങ്ങളെ ഉണ്ടാവും, ചിലപ്പോൾ മാറ്റം ഉണ്ടാവുക തന്നെയില്ല. കാരണം ഇതെല്ലാം ലിങ്ക്ഡാണ്. അപ്പോൾ ഇദ്ദേഹം വളരെ ആദ്യത്തെ ദിവസം ഞാനൊന്ന് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു, ഓക്കെ, ഞാൻ ഇത്തവണ എന്തായാലും മാറാൻ തന്നെ തീരുമാനിച്ചിട്ടാണ് ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിൽ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു. യെസ്, ഇദ്ദേഹത്തിന് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ഞാൻ എൻ്റെ ടീം മെമ്പേഴ്സിനോട് ഞാൻ പറഞ്ഞു. യെസ്, അവിടെ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത്. ശരിക്കും അദ്ദേഹം ഡെലിഗേറ്റ് ചെയ്യാൻ തീരുമാനിക്കായിരുന്നു. അതിൻ്റെ ആദ്യ പടി എന്നുള്ള രീതിയിൽ റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ വർക്ക് സ്റ്റഡി, ടൈം സ്റ്റഡി, ഇത് കൃത്യമായി പഠിച്ചു. ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷനിൽ ഒരു 10-25 ആൾക്കാരുണ്ട്. പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന, ഇൻവെൻട്രി നോക്കുന്ന ആളുകളുണ്ട്, പർച്ചേസ് നോക്കുന്ന ആളുകളുണ്ട്, അക്കൗണ്ട്സ് നോക്കുന്ന ആളുകളുണ്ട്, ഡെലിവറി ചെയ്യുന്ന ആളുകളുണ്ട്, അങ്ങനെ പലതരത്തിൽ അത്ര ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഓരോരുത്തരുടെയും കീ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക, അവരുടെ റെസ്പോൺസിബിലിറ്റിയും പവറും എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തു. ഏത് പവർ വരെ അവർക്ക് പോവാം, അവരുടെ സ്കിൽ സെറ്റുകൾ എന്താണ്, അത് വളരെ പ്രധാനമാണ്. ഈ കോമ്പിറ്റൻസി അനാലിസിസ് ഒന്നും പലപ്പോഴും നമ്മൾ ചെയ്യാറില്ല, കോമ്പിറ്റൻസി മാപ്പിംഗ് എന്നൊക്കെ പറയും, അത് ചെയ്യാറില്ല. അതും ചെയ്തു. അപ്പോൾ വർക്ക് സ്റ്റഡി, ടൈം സ്റ്റഡി, ഇതൊക്കെ ചെയ്തപ്പോൾ 1-2 കാര്യങ്ങൾ മനസ്സിലായി. അവിടെ പ്രധാനപ്പെട്ട വർക്കുകളെല്ലാം ചെയ്യുന്നത് ഇദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹം ചെയ്യുന്ന ചില നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചില വളരെ ചെറിയ പോസ്റ്റ്മാൻ കോൾസ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ബാക്കിയുള്ള ഈ 10-20 ആൾക്കാർ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു 10-20 ആൾക്കാരെ പിരിച്ചു വിട്ടാലും വേണമെങ്കിൽ ഒരു 4-5 പേരെ വെച്ച് വേണമെങ്കിൽ ചെയ്യാവുന്ന പരിപാടിയെ ഇപ്പോൾ അദ്ദേഹത്തിന് ഉള്ളൂ എന്നുള്ളതാണ് സത്യം എന്നുള്ളത് ആദ്യത്തെ കൃത്യമായ ഒരു അനാലിസിസ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒന്നുകിൽ ഇത്രയും ആൾക്കാരെ മാറ്റിക്കോളൂ, കാരണം അവരെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല.
അല്ലെങ്കിൽ അവരെ കൃത്യമായി ഉപയോഗിക്കുക. കാരണം അവരെയും നമ്മളെയും നമ്മുടെ ഓർഗനൈസേഷനെ എംപവർ ചെയ്യാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ആ ഭാഗം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായി അസസ് ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. രണ്ടാമത്തെ ഭാഗം കൃത്യമായ SOPകൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ SOP ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. കാരണം ആര് എന്ത് എപ്പോൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ധാരണയില്ലാതെ പോകും എന്നുള്ളതാണ്. ഇവൺ ഒരു കീ കൊണ്ടുപോകുന്ന കാര്യത്തിൽ പോലും ഓഫീസ് പൂട്ടിയിട്ടേ കീ ആര് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ കീ എവിടെ വെക്കുമെന്നുള്ള കാര്യത്തിൽ SOP ഇല്ലെങ്കിലുള്ള ബുദ്ധിമുട്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ എടുത്തുകൊണ്ടുപോകും, പിറ്റേ ദിവസം ഓഫീസ് ചിലപ്പോൾ തുറക്കാൻ പോലും പറ്റിയെന്ന് വരില്ല. എന്ന് പറയുന്ന പോലെ വളരെ ചെറിയ ഒരു കാര്യം പോലും നമ്മളെ ഭീകരമായി അഫക്റ്റ് ചെയ്തെന്ന് വരാം. അപ്പോൾ കൃത്യമായി ഇതിനൊരു SOP ഉണ്ടാക്കി. ആരാണ് ഓർഡർ എടുക്കേണ്ടത്, ഫോൺ വിളിക്കുമ്പോൾ ആരെടുക്കണം, ഇപ്പോൾ ഇതിനകത്തുണ്ടായിരുന്ന ചലഞ്ചസ് എന്താണ് എന്നുള്ളത് പഠിച്ചു. അപ്പം പലപ്പോഴും ഒരു ഓർഡർ വരുന്ന സമയത്ത് ഫോൺ എടുക്കുന്നത് ഇദ്ദേഹം അല്ലെങ്കിൽ ഈ ഓണർ അല്ലെങ്കിൽ പലപ്പോഴും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു പേടി. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഉത്തരം കൊടുക്കാൻ സാധിക്കുമോ എന്ന് പേടിയുള്ളത്? കാരണം ക്വാളിറ്റി ഉള്ള സ്റ്റാഫ് ആണോ എന്നുള്ളത് ഇദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ല. അപ്പം അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ടില്ല, അതൊരു വലിയ പ്രശ്നമാണ്. അപ്പം ട്രെയിനിങ് കൊടുക്കാൻ ഒരു ബേസിക് ക്വാളിറ്റി വേണം. ആ ക്വാളിറ്റി ഉള്ള ആൾക്കാരെയാണോ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്? അല്ല. അപ്പം റിക്രൂട്ട്മെൻറ്റ് തൊട്ട് പ്രശ്നമുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റിയ ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള 2 ആളുകളെ കൊണ്ടുവന്നു. കാരണം അവർക്ക് അത്യാവശ്യം ലാംഗ്വേജ് ഉണ്ട്, സംസാരിക്കുമ്പോൾ പ്രശ്നമില്ല, അത്യാവശ്യം വിവരമുണ്ട്, ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് പഠിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ വന്നപ്പോൾ അവരത് പഠിച്ചെടുക്കാൻ തുടങ്ങി. അവർക്ക് കുറച്ച് ബെറ്റർ സാലറി കൊടുക്കേണ്ടി വരും. പക്ഷേ എന്തുണ്ടാവും, നമ്മളുടെ പല കാര്യങ്ങളും അവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, നമ്മുടെ സമയം ഫ്രീ ആക്കാം. അങ്ങനെ ഡോക്ടേഴ്സ് വിളിക്കുകയാണ്. ഡോക്ടേഴ്സിന് ഇദ്ദേഹം തന്നെ വിളിക്കണം അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യണം എന്നുള്ള നിർബന്ധം ഇല്ല എന്നുള്ളത് സത്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു. ഡോക്ടറിന് ആവശ്യമുള്ള എന്താ? ഡോക്ടറിന് ആവശ്യമുള്ളത് കൃത്യമായ സമയത്ത് കൃത്യമായ ഇൻഫർമേഷൻ കിട്ടണം, കൃത്യമായ സാധനം അവിടെ എത്തണം എന്നുള്ളതാണ്. അത് പുതിയ ഒരാൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനേക്കാൾ ഇദ്ദേഹത്തെക്കാൾ നന്നായി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഡോക്ടർ ഓക്കെ ആയിരിക്കുമല്ലോ, ഒബ്വിയസ്ലി. അപ്പോൾ പുതിയ ആളുകൾ വന്നു, അത്യാവശ്യം കുഴപ്പമില്ല, അത് ചെയ്തു തുടങ്ങി. അതുപോലെ ഇതിനകത്ത് ഇവർ കൊടുക്കുന്ന ഐറ്റം എന്താണെന്ന് ഞാൻ സ്പെസിഫിക് ആക്കുന്നില്ല, കുറേ ട്രേഡ് സീക്രട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഐറ്റം തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി, തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. വളരെ സിമിലർ ആയിട്ടുള്ള ഐറ്റംസാണ്, ചെറിയ ചെറിയ കോഡ് നമ്പേഴ്സിലൊക്കെ ഇതൊക്കെ മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഒരു സിസ്റ്റം, ഒരു ഫുൾ പ്രൂഫിംഗ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഒരു കാരണവശാലും അത് മാറിപ്പോവില്ല എന്ന് ഉറപ്പുവരുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫുൾ പ്രൂഫിംഗ് സിസ്റ്റമാണ്. അങ്ങനെ വന്നപ്പോൾ ഡെലിഗേഷൻ എളുപ്പമായി. അപ്പോൾ ഡെലിഗേഷൻ ചെയ്യുമ്പോൾ എന്ത് വേണം? ഒരു കാര്യം ഉറപ്പിക്കണം, ക്വാളിറ്റി റെഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനുള്ള സിസ്റ്റംസ് കൂടി ഉണ്ടാക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഡെലിഗേഷനിൽ പ്രശ്നം പറ്റാം. അപ്പോൾ അതും കൂടി ആക്കിയതിന് ശേഷമാണ് തുടങ്ങിയത്. അടുത്തത് ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. കാരണം നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ഒരു ദിവസം കൊണ്ടല്ല കേട്ടോ, പ്രോസസ്സാണ്. ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാറി നിൽക്കാം. പല കമ്മ്യൂണിക്കേഷൻസ് കുറച്ചുകൂടി ഈസി ആവും, ഫാസ്റ്റർ ആവും. നമുക്ക് ട്രാക്ക് ചെയ്യാം ആളുകൾ എവിടെയാണ്, ഏതൊക്കെ ആശുപത്രിയിലാണ്, എവിടെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, എന്തൊക്കെയാണ് സാധനങ്ങളുള്ളത്, എന്തൊക്കെയാണ് നമ്മുടെ ഇൻവെൻട്രിയിലുള്ളത്, ഇതൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒരു ടെക്നോളജി ഉണ്ടായിരുന്നില്ല, എല്ലാം എഴുത്തുകുത്തുകളാണ്. ഇതെല്ലാം ഒന്ന് ക്രോഡീകരിക്കണമെങ്കിൽ ദിവസങ്ങൾ വേണം. എന്നാൽ പിന്നെ ക്രോഡീകരിക്കേണ്ട, ഒരു സാധനവും കിട്ടണ്ട എന്നുള്ള അവസ്ഥയിലാണ്, ഒരു ഇൻഫർമേഷനും ഇല്ല. അപ്പോൾ പല പല സ്ഥലത്തായിട്ട് പല ബുക്കുകളിലായി കിടന്നിരുന്ന ഇൻഫർമേഷനെ ടെക്നോളജി വന്നപ്പോൾ ഒറ്റ ഡാഷ്ബോർഡിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ടെക്നോളജി വന്നു, ഇൻറ്റഗ്രേറ്റ് ചെയ്തു. അടുത്ത പോയിന്റ്, കൃത്യമായ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എപ്പോൾ റിപ്പോർട്ട് വരണം, എപ്പോഴാണ് എന്തെങ്കിലും എമർജൻസി കേസ് വന്നാൽ ഡീൽ ചെയ്യേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളിൽ മാത്രമാണ് ഇദ്ദേഹം ആസ് ആൻ ഓണർ ഇൻവോൾവ് ചെയ്യേണ്ടത്, അതിലും ക്ലാരിറ്റി കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാം എന്നുള്ള രീതിയിൽ തന്നെ തീരുമാനിച്ചു. 2ാമത്തെ മാസം തൊട്ട് നമ്മൾ ആ റിസ്ക് എടുത്തു തുടങ്ങി. ആദ്യത്തെ ആ 2ാമത്തെ മാസം എന്ന് പറയുന്നത് CBLന്റെ 2ാമത്തെ മാസത്തിൽ ആ റിസ്ക് എടുത്തു തുടങ്ങിയപ്പോൾ 1-2 ചെറിയ പിഴവുകളൊക്കെ സംഭവിച്ചു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്ത് കാര്യം പഠിക്കുമ്പോഴും പിഴവുകൾ സംഭവിക്കുന്നുള്ളത് ഉറപ്പാണ്. അവിടെ വെച്ച് നമ്മൾ പേടിച്ച് പിൻവാങ്ങാൻ ആരംഭിച്ചാൽ ഒരു കാരണവശാലും നമുക്കത് പഠിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ചെറിയ പിഴവുകൾ ഉണ്ടായാലും അത് സാരമില്ല എന്നുള്ള ഉറപ്പിൽ മുന്നോട്ട് പോകാൻ തയ്യാറാവണം. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമ്മളാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അദ്ദേഹം അതിന് റെഡിയായിരുന്നു. ആ പിഴവുകൾ അദ്ദേഹം ഒരു ഫീ ആയിട്ട് എടുത്തു. പിഴവ് പറ്റുമ്പോൾ അത് കുഴപ്പമില്ല, പഠിക്കാനുള്ളൊരു ഫീ എന്നുള്ള രീതിയിൽ എടുത്താൽ മതി അതിന്. അങ്ങനെ എടുത്ത് മുന്നോട്ട് പോവുകയും, സത്യം പറഞ്ഞാൽ ഇപ്പോൾ പല CBLകളിലും പല ഞങ്ങളുടെ കണ്ടിന്യൂസ് പ്രോഗ്രാമുകളിലൊക്കെ അദ്ദേഹം ഉണ്ട് വളരെ സ്ട്രോങ് ആയിട്ട്. അതിന് കാരണം ഓരോ തവണയും പുതിയ പുതിയ സിസ്റ്റംസ് കൊണ്ടുവരികയും പുതിയ രീതിയിലുള്ള പ്രോസസ്സുകളിലേക്ക് കടക്കുകയും ചെയ്തുകൊണ്ട്
ഇപ്പോൾ ഫോണുകൾ എടുക്കുന്നത് തന്നെ വളരെ അപൂർവമാണ്. വേണമെങ്കിൽ ഫോൺ ഇല്ലാതെ വേണമെങ്കിൽ 2 ദിവസം കംപ്ലീറ്റ് ആയിട്ട് സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള സിറ്റുവേഷനിലേക്കും അദ്ദേഹം എത്തിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഈ ഫോണിലൊക്കെ ബിസി ആണെങ്കിൽ 24 hours നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഇൻവോൾവ് ആണെങ്കിൽ ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, കൃത്യമായിട്ടുള്ള ഡെലിഗേഷൻ പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ ഓൺ ദ ബിസിനസ്സാക്കി മാറ്റിയെടുക്കും. നിങ്ങൾക്ക് ഓൺ ദ ബിസിനസ് ആവാം, അതിന് സിസ്റ്റമാറ്റിക് ആക്കാൻ പറ്റുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ കുറച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ടെക്നോളജിയിൽ, കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, കുറച്ച് പേഷ്യൻസ് നമുക്ക് ആവശ്യമായിട്ട് വരും, അതായത് ക്ഷമ ആവശ്യമായിട്ട് വരും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം നമുക്ക് മാറ്റിയെടുക്കാം. മാത്രമല്ല നിങ്ങളുടെ വില്ലിങ്നെസ്സാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. നമ്മളെ ആസ് എ കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിൽ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ മാറ്റങ്ങളുണ്ടാവും. പക്ഷേ ഏതെങ്കിലും ചെറിയ കാര്യത്തിലൊക്കെ ഡിലേ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷനൊക്കെ ആയിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എൻറ്റയർ പ്രോസസ് വിൽ ഗെറ്റ് ഡിലേഡ്. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ ശരിക്കും മാറ്റം ആരംഭിക്കുന്നത് നിങ്ങളിൽ നിന്ന് തന്നെയാണ്. ഓൾ ദി ബെസ്റ്റ്.